ഈ വീഡിയോയിൽ ഇറാൻ അമേരിക്ക കോൺഫ്ലിക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ഡെവലപ്മെൻറ്റുകൾ, അതുപോലെ ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ, അതാണ് നമ്മൾ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ പൊതുവെ ആദ്യമേ തന്നെ ഒരു ഫേക്ക് ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടതുണ്ട്. അതായത് 2 ദിവസങ്ങൾക്ക് മുമ്പ് ഞാൻ ഒരു പോസ്റ്റർ കാണിച്ചിട്ടുണ്ടായിരുന്നു. 8 ഇറാനിയൻ യുവതികളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധിച്ചതായിട്ടുള്ള ഒരു വാർത്ത പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ശരിക്കും പറഞ്ഞാൽ ട്രംപ് തന്നെയാണ് എടുത്ത് പോസ്റ്റ് ചെയ്തിരുന്നത്. ഇത് ഇപ്പോൾ ഇറാൻ പറയുന്നത് ഇത് AI രൂപപ്പെടുത്തിയെടുത്ത് ഇത് AI ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് ChatGPT നിർമ്മിച്ച ഇമേജാണ് എന്നൊക്കെയാണ് ഇപ്പം ഇറാൻ പറയുന്നത്. ഇത് ശരിക്കും ഈ 8 യുവതികളെ ഇറാൻ ഇത്തരത്തിൽ തൂക്കിക്കൊല്ലാൻ വേണ്ടിയിട്ടുള്ള വിധി പുറപ്പെടുവിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമല്ല. അമേരിക്കയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിയായ വാർത്തയാണ് എന്നുള്ള തരത്തിൽ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഈവൻ വൈറ്റ് ഹൗസിലെ സ്പോക്സ് പേഴ്സണായിട്ടുള്ള കരോലിന ലെവിറ്റ് വരെ അവരുടെ സ്റ്റേറ്റ്മെൻറ്റിൽ ഈ ലേഡീസിന്, ഈ യുവതികളെ ഇറാൻ വധശിക്ഷയ്ക്ക് വിധിച്ചതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ മറ്റൊരു സൈഡിൽ ഇറാൻ ഇത് ഫേക്ക് ന്യൂസാണ്, AI ക്രിയേറ്റഡ് ന്യൂസാണെന്നൊക്കെ പറയുന്നുണ്ട്. പൊതുവിൽ ഇത് ഫേക്ക് ന്യൂസായിട്ടാണ് അറിയപ്പെടുന്നത്. പക്ഷേ ട്രംപ് തന്നെ ഇതെടുത്ത് പോസ്റ്റ് ചെയ്ത സ്ഥിതിക്ക് വൈറ്റ് ഹൗസ് ഇതിനെ ഏറ്റുപിടിക്കുന്നതായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. പക്ഷേ എന്നും വെച്ചിട്ട് ഇറാൻ്റെ ഉള്ളിൽ വധശിക്ഷ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതുണ്ട്. എല്ലാ വർഷങ്ങളും കൂടുതൽ ആൾക്കാരെയാണ് അവർ തൂക്കിക്കൊന്നുകൊണ്ടിരിക്കുന്നത്. 2025 ഏതാണ്ട് 975 പേരെയാണ് ഇറാൻ ഇത്തരത്തിൽ വധിച്ചത്. പിന്നെ അതിലിപ്പോൾ 8 യുവതികളെ കുറിച്ച് പറയുമ്പോൾ ഇത് ഫേക്ക് ആണോ ഇല്ലെങ്കിൽ ഇത് ഫാക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഇങ്ങനെയാണ് മാറി 2 കൂട്ടരും ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് തർക്കിക്കുന്നത്. ഇങ്ങനത്തെ 8 യുവതികളെ ഇല്ല ഇറാനിൽ എന്നാണ് അവർ പറയുന്നത്. അമേരിക്ക പറയുന്നത്, പ്രത്യേകിച്ച് ട്രംപ് പറയുന്നത്, ഇറാൻ ആവശ്യപ്പെട്ടിട്ടാണ് ഞാൻ സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തത്. ഇറാൻ്റെ റിക്വസ്റ്റിൻ്റെ പുറത്താണ് ട്രംപ് സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തത് എന്നുള്ള വാദമാണ് ട്രംപ് ഉയർത്തുന്നത്. സീസ് ഫയർ എക്സ്റ്റെൻഡ്, ഇറാനെതിരെയുള്ള സീസ് ഫയർ എക്സ്റ്റെൻഡ് ചെയ്തതിൽ ട്രംപിൻ്റെ പാർട്ടിയിൽ തന്നെ, റിപ്പബ്ലിക്കൻ പാർട്ടിയിൽ തന്നെയുള്ള ആൾക്കാർ, അതേപോലെ ഡെമോക്രാറ്റുകളുടെ സൈഡിലുള്ള ഇസ്രായേൽ അനുകൂലികളായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ അമേരിക്കയുടെ ഉള്ളിൽ, ആ സൈഡിൽ നിന്നും നല്ല രീതിയിലുള്ള പ്രഷർ ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷന് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. കാരണം ഒരു ഷാർപ്പ് എഡ്ജ് പോയിന്റിൽ നല്ല രീതിയിൽ ഒരു ഡോമിനേഷൻ, യുദ്ധത്തിൽ ശക്തമായ ആധിപത്യം പുലർത്തിക്കൊണ്ടിരുന്ന സമയത്താണ് ഇറാനെതിരെ വിട്ടുവീഴ്ച വരുത്തിക്കൊണ്ട് ട്രംപ് സീസ് ഫയറിലേക്ക് പോയത്. അതും സ്വമേധയാ, ബെഞ്ചമിൻ നെതന്യാഹുവിനോട് ഒരു ആലോചന പോലും നടത്തിയില്ല, സ്വമേധയ അങ്ങ് പ്രഖ്യാപിക്കുകയായിരുന്നു. പാകിസ്ഥാനായിരുന്നു മെയിനായിട്ടുള്ള കൂട്ടുകക്ഷി. ഇനിയിപ്പോൾ ഈ പാകിസ്ഥാനിലേക്ക് വരാം. പാകിസ്ഥാനെ കുറിച്ച് കുറേ മാധ്യമ നറേറ്റീവ്സ്, ഇതെല്ലാം പെയ്ഡ് വേർഷനാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ പാകിസ്ഥാനെയും ഇന്ത്യയും കമ്പയർ ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ എന്തോ ഭയങ്കര ഉന്നത പദവിയിലിരിക്കുന്നത് പോലെയുള്ളൊരു പൊസിഷൻ, ഒരു നറേറ്റീവ് സൃഷ്ടിക്കുകയാണ് ഇപ്പോൾ. ഈ നറേറ്റീവിൽ നമുക്ക് മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് പറഞ്ഞാൽ, ആദ്യമേ അൽ ജസീറ തുടർച്ചയായിട്ട്, അപ്പം ഒരു ദിവസം വിട്ട് ഒരു ദിവസം പാകിസ്ഥാനെ കുറിച്ചുള്ള പ്രൊപ്പഗൻഡ ന്യൂസ് അടിച്ചിറക്കുകയാണ്. അതായത് പാകിസ്ഥാൻ ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ ഒരു ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു നെഗോഷിയേറ്ററാണ്, ഒഴിവാക്കാനാവാത്ത രീതിയിലുള്ള ഒരു നെഗോഷിയേറ്ററായിട്ട് മാറിയിട്ടുണ്ട്. പാകിസ്ഥാൻ്റെ ഒരു എബിലിറ്റി, പാകിസ്ഥാൻ്റെ ഭയങ്കരമായിട്ടുള്ള മീഡിയേഷൻ പവർ, ഇതെല്ലാം അൽ ജസീറ ഇങ്ങനെ എഴുതി പിടിപ്പിക്കുകയാണ്. ഇതിനകത്തൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ത്യയും പാകിസ്ഥാനെയും കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ. ഇന്ത്യ ഒരുപാട് മുന്നോട്ട് പോയിരിക്കുന്നു. നമ്മളുടെ സ്പേസ് സെക്ടർ ആയിക്കോട്ടെ, നമ്മളുടെ ഡിഫൻസ് മേഖല ആയിക്കോട്ടെ, നമ്മളുടെ വ്യാപാരമായിക്കോട്ടെ, നമ്മളുടെ GDP ആയിക്കോട്ടെ, നമ്മൾ ഗ്ലോബലി 4th പൊസിഷനിൽ എത്തിയിരിക്കുന്ന ഒരു രാജ്യമാണ്. ഏത് മേഖല എടുത്തോട്ടെ, എല്ലാ മേഖലകളിലും GDP ഒക്കെ പാകിസ്ഥാന് സ്വപ്നം കാണാൻ പറ്റാത്ത അത്രത്തോളം ഉയരത്തിലാണ് ഇന്ത്യ പാകിസ്ഥാനെ പിന്നിലാക്കി മുന്നോട്ട് കുതിച്ച് പാഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മളുടെ യുവാക്കൾ, നമ്മളുടെ യുവതലമുറ, ഇതെല്ലാം തന്നെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പോൾ ഈ രീതിയിൽ ഇന്ത്യയും പാകിസ്ഥാനെയും കമ്പയർ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. ഒരു ഹൈഫനേഷൻ ഇതിനു മുമ്പ് ഉണ്ടായിരുന്നു. അത് ശരിക്കും ഇന്ത്യയിലുള്ള പല പൊളിറ്റിക്കൽ പാർട്ടീസും ഇതിനു മുമ്പ് അത് സൃഷ്ടിച്ചിട്ടുണ്ട്. ഈ പൊളിറ്റിക്കൽ പാർട്ടീസിന് തന്നെ ഇത്തരത്തിലുള്ള ഹൈഫനേഷൻ തിയറികളൊക്കെ അവർ അവതരിപ്പിക്കാറുണ്ട്. അങ്ങനെ അവതരിപ്പിക്കപ്പെടുന്ന തിയറികൾ പലപ്പോഴും അന്യരാജ്യങ്ങൾക്ക് ഒരു മുതൽക്കൂട്ടായി മാറാറുമുണ്ട്. അമേരിക്കയ്ക്കും ഇറാനും ഇടയിൽ പാകിസ്ഥാൻ നെഗോസിയേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ട് പാകിസ്ഥാൻ അവരുടെ തന്ത്രപരമായ നീക്കം കൊണ്ട്, ഇല്ലെങ്കിൽ അവർ ജെന്യൂൻ ആയിട്ടുള്ള എഫേർട്ട് ഇട്ടെന്ന് തന്നെ വെച്ചോ, എന്നിട്ട് ഇറാനും അമേരിക്കയ്ക്കും ഇടയിൽ ഇതുവരെ അവർ ചെയ്ത മീഡിയേഷൻ വിജയിച്ചിട്ടില്ല. ഒരു പക്ഷേ വിജയിക്കുന്നെങ്കിൽ ആയിക്കോട്ടെ, എന്നാൽ കൂടി അത് ഇന്ത്യയെ മറികടക്കാൻ പര്യാപ്തമായിട്ടുള്ള ഒരു വിഷയമല്ല. ഏത്? പാകിസ്ഥാൻ നടത്തുന്ന ഈ മീഡിയേഷൻ. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യയുടെ പൊട്ടൻഷ്യൽ വളരെ വലുതാണ്. ഇന്ത്യ ഒരു മാർക്കറ്റാണ്, ഗ്ലോബൽ മാർക്കറ്റാണ്.
പലർക്കും ഇന്ത്യയുടെ ആവശ്യമുണ്ട്. ഇന്ത്യയെ മാറ്റി നിർത്തിക്കൊണ്ട് ഗ്ലോബൽ എക്കോണമി ഒരിക്കലും ചലിക്കില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അതിലുപരിയായിട്ട് 60% GCC രാജ്യങ്ങളിൽ നിന്നും എനർജി പർച്ചേസ് ഇപ്പോഴും ഇന്ത്യ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. ഇത്തരത്തിലുള്ള വിഷയങ്ങളെ മറികടന്നുകൊണ്ട് പാകിസ്ഥാന് ഇന്ത്യയെ പോലെ മാസീവായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ എവിടെന്നെങ്കിലും എന്തെങ്കിലും ഒരു സാധനം പർച്ചേസ് ചെയ്യാൻ പറ്റുമോ? കൺസിസ്റ്റൻസി മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ? ഈ കച്ചവടം മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ വേണ്ടാന്ന് വെക്കുമോ? പാകിസ്ഥാനെ അങ്ങ് സ്വീകരിച്ചുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള കച്ചവടം വേണ്ടാന്ന് വെക്കാൻ തയ്യാറാകുമോ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ? ഒരിക്കലുമില്ല. അപ്പം അതുകൊണ്ട് ഇന്ത്യയുമായിട്ടുള്ള വ്യാപാര ബന്ധമായിക്കോട്ടെ, ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇതെല്ലാം തന്നെ വളരെ ബാലൻസ്ഡ് ആണ് മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ ഇവിടെ വന്നിട്ട് പലതരത്തിലുള്ള നെറേറ്റീവ്സ്, ഇപ്പം ഞാൻ പറഞ്ഞത് അൽ ജസീറയുടെ നെറേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞിട്ട് സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് ഇങ്ങനൊരു പത്രമുണ്ട്. ഇത് ചൈനയുടെ പത്രമാണ്. ഇതിൻ്റെ ഓണർ എന്ന് പറയുന്നത് ജാക്മ. അലിബാബ എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ഓണറായിട്ടുള്ള ജാക്മയാണ് ഇതിൻ്റെ ഓണർ. അപ്പം ഈ സൗത്ത് ചൈന മോർണിംഗ് പോസ്റ്റ് പറയുന്നത് അവർ ഇതേ സെയിം നെറേറ്റീവാണ്, പക്ഷെ അതിനെ കുറച്ച് ടിപ്പിക്കലായിട്ട് ചേഞ്ച് ചെയ്തുകൊണ്ട് ചൈനയ്ക്ക് കുറച്ച് അഡ്വാൻറ്റേജ് കിട്ടുന്ന രീതിയിൽ അങ്ങനെ ഒരു നെറേറ്റീവ് അവർ ഇറക്കുന്നുണ്ട്. അവർ പറയുന്നത് ഇന്ത്യയെ ഡിഫീറ്റ് ചെയ്ത് പാകിസ്ഥാൻ മുന്നേറുകയാണ്, ആരുടെ സഹായത്തോടു കൂടി? ചൈനയുടെ സഹായത്തോടു കൂടി. ഇങ്ങനൊരു നെറേറ്റീവ് അവർ സൃഷ്ടിക്കുന്നുണ്ട്. നെറേറ്റീവ് സൃഷ്ടിക്കുന്നതിലും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ വാർത്തകൾ വിളമ്പുന്നതിലും വളരെ വിദഗ്ധരാണ്, പ്രത്യേകിച്ച് ചൈനയും പാകിസ്ഥാനും ഒക്കെ. അതായത് ചൈന എങ്ങനെ പാകിസ്ഥാനെ സഹായിച്ചു, എങ്ങനെയാണ് P-15 എന്ന് പറഞ്ഞ മിസൈൽ ഇന്ത്യക്കുള്ളിൽ പൊട്ടാതെ വന്ന് വീണ് കിടന്നത്, അതെടുത്ത് ഇന്ത്യ ഇപ്പം കൃത്യമായിട്ട് ഷോ പീസായിട്ട് വെച്ചിരിക്കുകയാണെന്നുള്ളതും ചൈന ഓർത്ത് നോക്കുന്നത് വളരെ നന്നായിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള ഹെൽപ്പിനെ കുറിച്ചായിരിക്കുമോ ചൈന പറഞ്ഞത് എന്ന് എനിക്ക് വ്യക്തമല്ല. നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ധാരണയുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇന്ത്യയും പാകിസ്ഥാനെയും കമ്പയർ ചെയ്തിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അത് പണ്ടേ കഴിഞ്ഞു. ഈവൻ നമ്മൾ ആണവായുധം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചപ്പോൾ കടം വാങ്ങിച്ച് വെച്ചിരിക്കുന്ന പാകിസ്ഥാൻ, പിന്നെ എങ്ങനെയാണ് ഇന്ത്യയും പാകിസ്ഥാനെയും കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? ഇങ്ങനെ പല വിഷയങ്ങളുണ്ട്. ഇന്ത്യ സെക്യുലറായിട്ട്, സെക്യുലറിന് ഇന്ത്യക്ക് മാത്രം സെപ്പറേറ്റ് മീനിങ് ആണ്. സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ റിലീജിയസ് എന്നാണ് എൻ്റെ അർത്ഥം, മനസ്സിലായ? പക്ഷേ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സെക്യുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതങ്ങളും കൂടി ചേർന്നതാണ് ഇന്ത്യയുടെ സെക്യുലർ. അങ്ങനെ പ്രത്യേകതരം ഒരു സെക്യുലറിസം കൊണ്ടു നടക്കുന്ന ഇന്ത്യയാണ്. പക്ഷേ എന്നാലും അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ പറയുമ്പോൾ, അതായത് എല്ലാവരെയും ഉൾക്കൊള്ളാനുള്ള ഒരു മാനസികാവസ്ഥയുള്ളൊരു ഇന്ത്യ, അതാണ് നമ്മൾ ഇന്ത്യയെക്കുറിച്ച് കാണേണ്ട ആ ഒരു സെക്യുലറിസം. വ്യത്യസ്തമായ സെക്യുലറിസത്തിന് ഒരു ഡിഫറൻറ്റ് നെറേറ്റീവ് തന്നെ സൃഷ്ടിച്ചെടുത്ത ഇന്ത്യ, അങ്ങനെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അത് കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. എല്ലാ മതത്തിലും ജാതിയിലും പെട്ട ആൾക്കാർ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു സ്ഥലം, അതാണ് ഇന്ത്യ. പാകിസ്ഥാൻ എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന് വേണ്ടി മാത്രം രൂപം കൊണ്ട് ഇരുണ്ട കാലത്തേക്ക് മനുഷ്യന്മാരെ വലിച്ചഴച്ച് കൊണ്ടുപോകുന്ന രീതിയിൽ നിർമ്മിച്ചെടുത്ത ഒരു രാജ്യം, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അതിൽ കൂടുതൽ അതിന് വലിയ വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല. അതാണ് പാകിസ്ഥാൻ. ആ പാകിസ്ഥാനുമായിട്ടാണ് ഇന്ന് ഇന്ത്യയെ കമ്പയർ ചെയ്യുന്നത്. ട്രംപിൻ്റെ ക്രിപ്റ്റോ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് കൂട്ടുപിടിച്ച പാകിസ്ഥാൻ, തീവ്രവാദികളായിട്ടുള്ള പാകിസ്ഥാൻ, ഒരു കാലത്തും സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ പല സെക്ടേറിയനിസം കൊണ്ട് 24 മണിക്കൂറും അടിയും ബഹളവും ബോംബേറും പള്ളി തകർപ്പും പോലീസ് സ്റ്റേഷൻ തകർപ്പും ആർമി ഓഫീസുകൾ തകർത്തുകൊണ്ട് ജീവിക്കുന്ന ഒരു സമൂഹം എങ്ങനെയാണ് ഗ്ലോബൽ പീസ് എന്നുള്ള രീതിയിൽ ഐഡന്റിഫൈ ചെയ്യപ്പെടുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില വ്യക്തികളുടെ വ്യക്തിപരമായ താല്പര്യം. അതാണ് പാകിസ്ഥാനും അമേരിക്കയും തമ്മിലുള്ള ബന്ധം. അതിൻ്റെ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത് ടെമ്പററിയാണ്. ഈ ടെമ്പററി ഗ്ലോറിഫിക്കേഷൻ എടുത്തുകൊണ്ട് വന്നാണ് ഇന്ത്യയുമായിട്ട് കമ്പയർ ചെയ്ത് ആൾക്കാർ നെറേറ്റീവ് സൃഷ്ടിക്കുന്നത്. പിന്നെ ഒരു തിങ്ക് ടാങ്ക് ആണ് അത്, ഫോറിൻ പോളിസി എന്ന് പറഞ്ഞൊരു പത്രം. ഈ പത്രവും ഇതേപോലെ പാകിസ്ഥാൻ നെറേറ്റീവ് ഇങ്ങനെ അടിച്ചിറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവർ പാകിസ്ഥാൻ നെറേറ്റീവ് ഇങ്ങനെ അടിച്ചിറക്കാന്ന് പറഞ്ഞാൽ ഇത് നിരന്തരം സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ പബ്ലിഷ് ചെയ്ത് പാകിസ്ഥാൻ എന്തോ വളരെ മഹത്തരമായിട്ടുള്ള രാജ്യമാണ്, അത് ഇന്ത്യയെക്കാളും ഉയർച്ചയിലേക്ക് എത്തിയിരിക്കുന്നു എന്നുള്ള തരത്തിലാണ് അടിച്ചിറക്കുന്നത് വാർത്തകൾ. വായിക്കാൻ നല്ല രസമുണ്ട്, നല്ല കോമഡിയാണ്. അതാണ് നമുക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് മനസ്സിലാക്കാനുള്ളത്. അത് കഴിഞ്ഞാൽ സൊമാലിയ ഞങ്ങൾ ബാബൽ മന്ദേബ് ക്ലോസ് ചെയ്യുമെന്നാണ് പറയുന്നത്. സൊമാലിയ പണ്ടേ കടൽക്കൊള്ളക്കാരാണ്. ഈ സൊമാലിയക്കാരന്മാരെ ഒരു 27 പേരെ ഇന്ത്യൻ നേവി കൃത്യമായിട്ട് അറസ്റ്റ് ചെയ്ത് ഈ കടൽക്കൊള്ളക്കാരന്മാരായിട്ടുള്ള 27 സൊമാലിയക്കാരന്മാരെ പിടിച്ചുകൊണ്ട് ഇന്ത്യയിൽ കൊണ്ട് ജയിലിൽ അടച്ചിട്ടുണ്ടായിരുന്നു ഇന്ത്യ. മറ്റൊരു രാജ്യങ്ങളും ചെയ്യാത്തൊരു പരിപാടിയാണ്. ആ പ്രവൃത്തിക്ക് ശേഷം സൊമാലിയ എന്ന് പറഞ്ഞ രാജ്യത്തിൻ്റെ കടൽക്കൊള്ള അങ്ങ് അവസാനിച്ചു എന്ന് തന്നെ പറയാം. അത്തരത്തിലാണ് 27 പേരെ നിക്കറോട് നമ്മൾ പിടിച്ചുകൊണ്ട് പോയത്. അതായത് റെഡ് സീയിൽ നമ്മൾ പിടിച്ച് നേരെ ഇന്ത്യൻ പോർട്ടിലാണ് കൊണ്ട് ഇറക്കിയത്. ഇന്ത്യക്കുള്ളിൽ ബോംബെയിൽ കൊണ്ട് ഇറക്കിയായിരുന്നു. അത്തരത്തിൽ വളരെ ഡോമിനേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ. പവർഫുൾ ആയിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. ഈവൻ അമേരിക്കയ്ക്ക് പോലും ഡീൽ ചെയ്യാൻ പറ്റാത്ത രീതിയിലിരുന്ന സോമാലിയ കടൽക്കൊള്ളക്കാരന്മാരെയാണ് നമ്മൾ പുല്ലുപോലെ പൊക്കിക്കൊണ്ടുപോയത്. ഇതൊക്കെ കൃത്യമായിട്ട് ഇന്ത്യ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ പ്രോജക്റ്റുകളാണ്. അപ്പോൾ അവിടെയാണ്
ഇപ്പോൾ സോമാലിയ എന്ന് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ബാബൽ മന്ദേബിനെ ഞങ്ങൾ അടയ്ക്കും. അതിന് കാരണം സൊമാലിലാൻഡിൽ നിന്നും ഇസ്രായേൽ പുറത്തു പോകണം. സൊമാലിലാൻഡ് ഇസ്രായേലിന് സ്പേസ് കൊടുക്കുന്നതിൽ, ഡിഫൻസ് സ്പേസ് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ബാബൽ മന്ദേബ് ഞങ്ങൾ തടയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ഇറാന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടോ ഇല്ലയോ എന്നൊന്നും ചോദിക്കരുത്. അതുമായിട്ട് ബന്ധപ്പെട്ട തെളിവുകളൊന്നുമില്ല. അതേസമയം ഹൂത്തികൾ ഒരു സൈഡിൽ പ്രഷർ ഇടുന്നുണ്ട്. ഹൂത്തികൾ നാടകമാണ് കളിക്കുന്നത്. അവർക്ക് ഒരു തരത്തിലും ശക്തമായ രീതിയിൽ മുന്നോട്ട് വരണം എന്നില്ല. അവർ ജസ്റ്റ് സ്റ്റേറ്റ്മെന്റോടുകൂടി നിർത്തുകയാണ് ഇത്തവണ കാര്യങ്ങൾ. അവർ ശക്തമായ രീതിയിൽ മുന്നോട്ട് ഇറങ്ങുന്നില്ല. അതേസമയം ഇപ്പം സൊമാലിയ ഇപ്പം ഇറങ്ങി വരികയാണ്. സൊമാലിലാൻഡ് സെപ്പറേറ്റ് രാജ്യമാണെന്ന് പണ്ടേ തീരുമാനിച്ച് അവർ സെപ്പറേറ്റ് ആയിട്ട് ഒരു ലാൻഡിൽ കഴിയുകയാണ്. പിന്നെ സൊമാലിലാൻഡുമായിട്ട് ബന്ധപ്പെട്ട് സൊമാലിയയ്ക്ക് എന്താണ് കാര്യം? ആദ്യം സൊമാലിയയും സൊമാലിലാൻഡും ഒന്നാണോ രണ്ടാണോ എന്നുള്ള കാര്യത്തിൽ സൊമാലിയ തീരുമാനമുണ്ടാക്കണം. സൊമാലിലാൻഡിന് ആ തീരുമാനമുണ്ട്. സൊമാലിലാൻഡ് ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു, ഞങ്ങൾ സെപ്പറേറ്റ് രാജ്യമാണ്, ഞങ്ങൾ ഇൻഡിപെൻഡൻ്റ് ആണ്. അതുപോലെ അവിടെ ഇസ്രായേൽ വിസിറ്റ് ചെയ്തു. ഇസ്രായേൽ സെപ്പറേറ്റ് രാജ്യമായിട്ട് അതിനെ അംഗീകരിച്ചു കഴിഞ്ഞു. അതുപോലെ UAE അംഗീകരിച്ചു കഴിഞ്ഞു. ഇപ്പോൾ അമേരിക്ക അവിടെ ഒരു വിസിറ്റ് നടത്തിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ച. പെൻറ്റഗൻ്റെ ആൾക്കാർ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ സൊമാലിയക്ക് ഇങ്ങനെ വല്ലാത്ത രീതിയിൽ സൊമാലിയക്ക് നല്ല രീതിയിൽ വിരളി പിടിപ്പിക്കുന്നുണ്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ. അപ്പോൾ അതുകൊണ്ട് സൊമാലിലാൻഡിനെ എങ്ങനെയെങ്കിലും അതിന്മേലുള്ള അവകാശം ഇങ്ങനെ പറഞ്ഞ് സൊമാലിലാൻഡിൽ നടക്കുന്ന വെസ്റ്റേൺ ഇൻഫ്ലുവൻസ്, അതായത് ഇസ്രായേലിന്റെ ഇൻഫ്ലുവൻസ്, അമേരിക്കയുടെ ഇൻഫ്ലുവൻസ്, UAEയുടെ ഇൻഫ്ലുവൻസ്, ഇതെല്ലാം തന്നെ തടയാൻ സോമാലിയ ഇപ്പോൾ രംഗത്തിറങ്ങാണ്. ഇതേ UAEയിൽ നിന്നും നിരന്തരം ചാരിറ്റി കൈപ്പറ്റിക്കൊണ്ട് ജീവിക്കുന്ന ഒരു രാജ്യമാണ് സോമാലിയ. പട്ടിണിയുടെ ഉദാഹരണമായിരുന്നു സോമാലിയ. സോമാലിയ എന്ന് പറഞ്ഞ രാജ്യത്തിന്റെ പട്ടിണി മാറ്റിയതിൽ UAEക്കുള്ള പങ്ക് ചെറുതല്ല. അതേ UAEക്കെതിരെയാണ് ഇന്ന് സോമാലിയ പ്രവർത്തിക്കുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് അന്നം തന്ന കൈക്ക് തന്നെ അവനെ തിരിച്ചടിക്കുക എന്നുള്ള ഏർപ്പാടാണ് സോമാലിയ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിവേ, അത് അവരുടെ രാഷ്ട്രീയം, അവരെന്തൊക്കെയോ നടപ്പിലാക്കുന്നു, അത്രയേ ഉള്ളൂ. അതിനകത്തൊന്നും നമ്മൾ ചകഞ്ഞു പോകേണ്ട ആവശ്യമില്ല. ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് ചർച്ച ചെയ്യേണ്ടി വരും ആ വിഷയത്തിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ. ഇറാൻ ശരിക്കും ഇന്ത്യയിലോട്ട് വരാനിരുന്ന MSC ഫ്രാൻസിസ്ക എന്ന് പറഞ്ഞ ആ ഷിപ്പിനെ മടക്കി പിടിച്ചത്, സീസ് ചെയ്ത് കൊണ്ടുപോയ രംഗം ചിത്രീകരിച്ച് വീഡിയോ ആയിട്ട് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അതിൽ സ്പീഡ് ബോട്ടിൽ വരുന്ന IRGC മെമ്പേഴ്സിനെയാണ് കാണാൻ കഴിയുന്നത്. മുഖമൊക്കെ മറച്ചിട്ടുണ്ട്. കടൽ കൊള്ളക്കാരന്മാരുടെ അതേ ശൈലിയിലാണ് അവർ വരുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർ വളരെ ഫാസ്റ്റായിട്ട് വരികയാണ്. അപ്പോൾ അതായത് അവർ പറയാൻ ഉദ്ദേശിക്കുന്ന മെസ്സേജ് എന്താണെന്ന് പറഞ്ഞാൽ, ഞങ്ങളുടെ സ്പീഡ് ബോട്ടുകളെ മറികടന്നുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസിലൂടെ ആർക്കും തന്നെ സഞ്ചരിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് അവർ പറയുന്ന മെസ്സേജ്. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. അത് ഞങ്ങളുടെ കയ്യിലുള്ള സ്പീഡ് ബോട്ടുകളെ നിങ്ങളുടെ മെർച്ചന്റ് ഷിപ്പുകൾക്കും ഓയിൽ ടാങ്കർ ഷിപ്പുകൾക്കും വേഗത്തിൽ മറികടക്കാൻ കഴിയില്ല. ഞങ്ങൾ അത്ര ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് ആയിട്ട് വന്ന് നിങ്ങളെ കീഴടക്കും എന്നാണ് അവർ പറയുന്നത്. അപ്പം അതുകൊണ്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമൂസ് പൂർണ്ണമായിട്ടും നിശ്ചലമായിരിക്കുകയാണ്. ഇപ്പം പ്രത്യേകിച്ച് ഇറാൻ അതിലേ പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അമേരിക്ക നോക്കി നിൽക്കുകയാണ്. ഇതാണ് ഇവിടെ നമ്മൾ എടുത്തു പറയേണ്ടത്. വെള്ളിയാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപ് നോക്കുകൂത്തിയായിട്ട് നിൽക്കുകയാണ്. അത് അമേരിക്ക ഒരു സൂപ്പർ പവറാണ്, അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, അമേരിക്ക ട്രംപ് വന്നതുകൊണ്ട് പഴയതുപോലെയുള്ള ആ ഒരു ആധിപത്യത്തിലേക്ക് വരികയാണ്. ഗ്രേറ്റ് അഗെയിൻ ആണെന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുന്ന ട്രംപിന് ഗ്രേറ്റ് അഗെയിൻ പോയിട്ട് ആ G പോലും ഇടാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അമേരിക്കയെ ശരിക്കും ഇറാന്റെ കീഴിൽ അടിയറവ് വെച്ചിരിക്കുന്ന ഒരു ട്രംപിനെയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ചർച്ചയ്ക്ക് വരൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇരക്കുകയാണ് ശരിക്കും ട്രംപ്. ഇങ്ങനെ ചെയ്യേണ്ട ഒരാവശ്യമില്ലായിരുന്നു. നാണം കെട്ട ഏർപ്പാടായിപ്പോയി എന്നുള്ള ഒരു വിമർശനവും കൂടി വരുന്നുണ്ട്. അമേരിക്കയുടെ ഉള്ളിൽ തന്നെ വരുന്നുണ്ട് ട്രംപിനെതിരെ. അമേരിക്കൻ പൗരന്മാർ ഉടനെ തന്നെ ലെബനൻ വിടണം എന്നുള്ള ഒരു അറിയിപ്പ് അമേരിക്കയുടെ സൈഡിൽ നിന്ന് വരുന്നുണ്ട്. അതിന് പ്രധാനമായിട്ട് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ഒരു സിവിൽ വാർ പൊട്ടിപ്പുറപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു മുന്നറിയിപ്പ് അമേരിക്ക കൊടുക്കുന്നുണ്ട്. എവിടെ? ലെബനന്റെ ഉള്ളിൽ ഇസ്രായേൽ താറുമാറായിട്ടുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. തുടരെ അറ്റാക്ക് നടത്തുന്നുണ്ട്. ഈ അവസരം മുതലാക്കിക്കൊണ്ട് സീസ് ഫയറോ എപ്പോൾ, ആരുമായിട്ട്? ലെബനാനുമായിട്ടോ? ആര് വെച്ചു എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അത്തരത്തിലാണ് ഇസ്രായേൽ സീസ് ഫയർ എന്നുള്ള പേരേ കേട്ടിട്ടില്ല എന്ന മട്ടിൽ ആക്രമണം ലെബനന്റെ ഉള്ളിൽ തുടരുന്നത്. പെസസ്കിയാൻ വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മ്യൂച്വൽ റെസ്പെക്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞങ്ങളെ ചർച്ചയ്ക്ക് വിളിച്ചാലും അത് അമേരിക്ക ആയാലും ശരി തന്നെ, പാകിസ്ഥാൻ ആയാലും ശരി തന്നെ, മ്യൂച്വൽ റെസ്പെക്ട്, ആ റെസ്പെക്റ്റോടുകൂടി ഡിഗ്നിറ്റിയോടുകൂടി വിളിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് ചർച്ചയ്ക്ക് പല രാജ്യങ്ങൾക്കും വരാൻ താല്പര്യമുണ്ടാവില്ല. പക്ഷേ ആ വിളിയിൽ പോലും വിളിക്കുന്ന ധ്വനിയുണ്ടല്ലോ, അതിൽ പോലും ഒരു ഡിഗ്നിറ്റിയോ ഒരു മര്യാദയോ ഒരു മ്യൂച്വൽ റെസ്പെക്റ്റോ ഇല്ല. അതില്ലാതെയാണ് അമേരിക്ക പെരുമാറിക്കൊണ്ടിരിക്കുന്നത്, പ്രത്യേകിച്ച് ഇറാനുമായിട്ട് എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെസസ്കിയാൻ എടുത്തു പറയുന്നുണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.